ഇറാന് മുന്നിൽ ഒരിക്കൽ കൂടി തോറ്റ് തൊപ്പിയിട്ടിരിക്കുകയാണ് ട്രംപ്. ഇറാനിലെ ആക്രമണം ട്രംപ് നിർത്തിയത് പ്രതിരോധ മിസൈലുകൾ തീർന്നതുകൊണ്ട് മാത്രമല്ല, ട്രംപിന്റെ വൻ ആയുധ പ്രതിസന്ധിക്ക് അതിനുമപ്പുറമുള്ള രഹസ്യ തലങ്ങളുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അതിൽ റഷ്യ, ചൈന പേടിയുമുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അമേരിക്കയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇറാന്റെ അസിമെട്രിക് യുദ്ധതന്ത്രവുമാണ്. അതായത് ട്രംപിനെ വീണ്ടും ഇറാൻ പൂട്ടി എന്നാണ് വിശകലന വിദഗ്ധരെല്ലാം പറയുന്നത്. അതും പോരാഞ്ഞ് ഹോർമൂസിലെ ഇറാന്റെ ശേഷി ഇല്ലാതാക്കാനുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിൽ അമേരിക്കൻ സേന ഇരുട്ടിൽ തപ്പുകയുമാണ്. അക്കാര്യവും അമേരിക്കൻ സൈന്യം ട്രംപിന് കൊടുത്ത രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഇറാൻ ഹോർമൂസിൽ തങ്ങളുടെ സർവാധിപത്യം തുടരുകയുമാണ്. 6 കപ്പലുകൾ കൂടി തടഞ്ഞുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ അറിയിക്കുന്നത്. അമേരിക്ക ഇങ്ങോട്ട് ആക്രമിച്ചില്ല എങ്കിൽ ഗൾഫിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടില്ല എന്നാണ് ഇറാൻ നിലപാട് അറിയിക്കുന്നത്. അതായത് ഇത് ഇറാന്റെ തന്ത്രപരമായ വിജയത്തിന്റെ മറ്റൊരു ഘട്ടമാണെന്ന് പറയാൻ കഴിയും. എന്നുവെച്ചാൽ ഇറാനെ ട്രംപ് ഇപ്പോൾ തീർക്കുമെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ ഇറാൻ ഒരിക്കൽ കൂടി തല ഉയർത്തി നിൽക്കുകയാണ് എന്ന് പറയാം. ചർച്ച നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും ട്രംപ് ആകെ ജാള്യതയിലാണ്. ഇറാനെതിരെ വിജയം നേടാൻ ട്രംപിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ ട്രംപിന്റെ ഒരു ഭീഷണിയും വകവയ്ക്കുന്നുമില്ല. അമേരിക്കൻ സൈന്യത്തിന് ഇറാനിൽ കരസേനയെ ഇറക്കാൻ പേടിയുമാണ്. അതിന് കാരണം ഇറാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അതുതന്നെയാണ് അവരുടെ ഏത് സേനയെക്കാളും ഇറാന്റെ കരുത്തും. അതായത് 3 കാരണങ്ങൾ കൊണ്ടാണ് ട്രംപ് ഇറാനെ ആക്രമിക്കുന്നത് നിർത്തി നയതന്ത്ര ചർച്ചാ സാധ്യതകളിലേക്ക് വീണ്ടും കടന്നത്. ആ കാരണങ്ങൾ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ വാർത്തകളുടെ ഉള്ളറിയാം.